ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. മിന്നിത്തിളങ്ങും, മായാജാലം ചെയ്യും, അത് അടിപൊളിയായിരിക്കും. ഞാൻ ഒരു തവണ മാജിക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവും, പൊട്ടിത്തെറി. രുദ്ര, ഞാൻ ഒരുപാട് ദിവസമായി നിന്നെ തേടി നടക്കുകയാണ്. നീ ഇവിടെയാണ് പതുങ്ങിയിരിക്കുന്നെന്ന കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി നീ എന്റെ കയ്യിൽ നിന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. നീ ആരാണ്? എവിടുന്നാണ് വന്നത്? ഞാൻ ഒരു ഈഗിൾ മാൻ ആണ്. ഞാൻ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ നീ ആ ദിക്കിൽ നിന്ന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ. ആ ദിക്കിലേക്ക് പോകാൻ ഒരു ഈഗിൾ മാനും അനുവാദം ഉള്ളതല്ല. ആരാണ് നീ? നീ ഉറപ്പായിട്ട് ഒരു ഈഗിൾ മാൻ അല്ലെന്ന് എനിക്കറിയാം. ഏതായാലും സത്യാവസ്ഥ നീ മനസ്സിലാക്കിയത് കൊണ്ട് നിനക്ക് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് തന്ന് പറഞ്ഞയച്ചേക്കാം. അവിടെ എന്ത് സംഭവിച്ചു? ഓഹോ രുദ്ര, ഇങ്ങോട്ട് വന്നതും നിന്നെ കണ്ടുമുട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാരല്ല, ഇപ്പൊ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയല്ലോ. ഒന്ന് മനസ്സിലാക്കിയോ? ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ആ, ഒരിക്കലും സംശയിക്കില്ല. ദാ കുട്ടി, പറ്റിയ എന്നെ പിടിക്കടാ. ട്രീ ബ്രാഞ്ചസ് യൂസ് ചെയ്ത് ഈ തേനീച്ചകളെ ഇവിടുന്ന് ഓടിക്കാം. അന്തർ മന്തോർ കളിക്കലാന്തോർ ചൂ. വേണ്ട, എന്താ ഇത്? വേണ്ട, എന്നെ വിട്ടേക്ക് മൈര.
മാഡം ഇപ്പൊ ഇതിന് ഒറ്റ വഴിയുള്ളൂ. അതെങ്ങനെയെങ്കിലും തേടി കണ്ടെത്തിയേ പറ്റൂ. സ്കൂള് മൊത്തം തേടി നോക്കിയില്ലെങ്കിൽ അവനെ കണ്ടെത്താൻ പറ്റില്ല. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. മിസ് സെക്യൂരിറ്റി പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മുടെ ഓരോ കുട്ടിയോടും അവനെ തേടി കണ്ടെത്താൻ പറയും. പക്ഷേ കുട്ടികൾ ആരും പേടിക്കരുത്. കുട്ടികളോട് ഇക്കാര്യം ഒന്നും പറയരുത്. ഓക്കെ മാഡം കാനുംഗോ. എങ്ങനെയെങ്കിലും നമ്മൾ തേടി കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ ബബിൾ ട്രബിൾ, നിങ്ങൾ എല്ലാവരും പ്ലെയിൻ ഉണ്ടാക്കി വലിച്ചെറിയേ. പ്ലെയിൻ വലിച്ചെറിഞ്ഞതും ജെനി, നീ അത്തരമൊരു മാജിക് ചെയ്യണം. ആ പ്ലെയിൻ രുദ്രയും വഹിച്ചുകൊണ്ട് ക്ലാസ് മുഴുവൻ റൗണ്ട് അടിച്ച് താഴെ വീഴണം. ഓക്കെ ബബിൾ ട്രബിൾ, ഓപ്പറേഷൻ പ്ലെയിൻ തുടങ്ങട്ടെ. രുദ്ര വാ, നമ്മുടെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ഓക്കെ സ്മാർട്ട് ഗൈസ്, ഇതാരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ ഡിറ്റൻഷൻ. സോറി മിസ് സെക്യൂരിറ്റി, ഞങ്ങൾ വെറുതെ രുദ്രയെ കളിപ്പിക്കാൻ. 2 മണിക്കൂർ ഡിറ്റൻഷൻ. ഞങ്ങളോട് ക്ഷമിച്ചാലും സെക്യൂരിറ്റി, ഞങ്ങൾ രുദ്രയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് തെറ്റി നിങ്ങളിൽ വന്നതാ. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്നുള്ള കാര്യം അറിയില്ലേ? 3 മണിക്കൂർ ഡിറ്റൻഷൻ. കുട്ടികളെ, ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരു സ്പൈയിങ് ഗാഡ്ജറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതായത് അന്യരാരെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അവൻ ഏത് രൂപത്തിലായാലും ശരി. എന്നിട്ട് അവനെ നമ്മൾ തേടി കണ്ടെത്തണം. പിന്നെ അന്യന്റെ കാര്യത്തിൽ അലേർട്ട് ചെയ്യാൻ ഒരു അലാം റെഡിയാക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, എല്ലാവരും അവരുടേതായ ഗാഡ്ജറ്റ്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം പുറമേന്ന് വരുന്ന അന്യനെ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. ഇതെന്താ? വിചാരിച്ചതുപോലെ തന്നെ നിന്നെ വേഗം കണ്ടെത്തി കഴിഞ്ഞു. രുദ്ര, ഇന്നത്തെ നിന്റെ പ്ലാൻ നന്നായിട്ട് വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. Falcon Creative. അവൻ വീണ്ടും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും?
അവൻ എവിടേക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ട് ഓടിക്കോട്ടെ. എന്റെ ഗാഡ്ജറ്റ് ഇവിടെ തന്നെയുണ്ടല്ലോ. ഞാൻ ഇതുവരെ അതിനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നീ എന്തിനാ ഈ മന്ത്രം പറഞ്ഞത്? രുദ്ര, രക്ഷിക്കൂ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിന്റെ തലയിൽ ഒരു അല്പം പോലും ബുദ്ധിയില്ലേ? നിനക്ക് ഞാൻ 1 മണിക്കൂറത്തെ ഡിറ്റൻഷൻ തരികയാണ്. സോറി മാഡം, അറിയാതെ പറ്റിപ്പോയതാ. അതെന്താന്നറിയോ, മൈറയുടെ മാജിക് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിൽ കുടുങ്ങുന്നത് ഞാനാണ്. ഞാൻ കുടുങ്ങി പോയാൽ പിന്നെ എല്ലാവർക്കും പ്രശ്നം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് എന്നെ നന്നായിട്ട് ടെൻഷനാക്കും. അവരെന്നെ ടെൻഷനാക്കുകയാണെങ്കിൽ ഞാൻ മൈറയോട് ദേഷ്യപ്പെടും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി രുദ്രയെ ശല്യം ചെയ്യും. രുദ്ര ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓ മതി മതി മതി. പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. അല്ല, മിസ് സെക്യൂരിറ്റി ഇങ്ങനെയല്ലല്ലോ പെരുമാറാ. എന്തുകൊണ്ട് ഡിറ്റൻഷൻ തന്നില്ല? അവരങ്ങനെ വിടാറില്ലല്ലോ. പക്ഷെ ഈ പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ ഇത് മിസ് സെക്യൂരിറ്റി ആവാൻ ചാൻസ് ഇല്ല. ഷപ്പാക്, ചതുർ ഷപ്പാക്, തിരിഞ്ഞു നോക്ക. നിന്നെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എങ്ങനെയാണ് നീ എന്നെ കണ്ടെത്തിയത്? വേഗം പറ, നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചത്? നിനക്ക് മിസ് സെക്യൂരിറ്റിയുടെ രൂപം വരാൻ കഴിയുമായിരിക്കും. പക്ഷെ അവരുടെ ശീലങ്ങളും നീ പഠിക്കണമായിരുന്നു. പറ്റിക്കാനും ചില കഴിവുകളൊക്കെ വേണം. ഇനിയും നീ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കണ്ണടച്ച് കണ്ണ് തുറക്കുന്ന മുമ്പ് ചില മായാജാലങ്ങൾ ചെയ്യും ഞാൻ. പിന്നെ ഞാൻ അപൂർവ മായാജാലങ്ങളും ചെയ്യും. അപ്പോൾ എവിടെയും പൊട്ടിത്തെറി ഉണ്ടാവും. പൊട്ടിത്തെറി. റച്ചിനെ പിടിച്ചു നിർത്തൂ. അതിലൊരെണ്ണം ചുവപ്പക്കാണ്. അവനോട് രക്ഷപ്പെട്ടിരിക്കുന്നു. ആര് രക്ഷപ്പെട്ടു പറയുന്നേ? നമ്മളിപ്പോൾ ആരെയാ തേടുന്നേ? ഒരു ഇൻട്രൂഡർ ഉണ്ട്. അവൻ പെട്ടെന്ന് രൂപങ്ങൾ മാറ്റുന്നവനാണ്. അവന്റെ പേര് ചതുർ ചാമ്പാക്. മാഡം കാണുങ്കോ, വേഗം വരുന്നേ. മിസ് സെക്യൂരിറ്റി അപകടത്തിലാണ്. എന്തുപറ്റി? വേഗം വരൂ. കണ്ണടച്ച് കണ്ണ് തുറക്കുന്ന മുമ്പേ പല മായാജാലങ്ങൾ ചെയ്യും ഈ ചമ്പ്. അപൂർവമായ മായാജാലങ്ങൾ ചെയ്യും. പിന്നെ എല്ലാം പൊട്ടിത്തെറിയാണ്. പൊട്ടിത്തെറി. മിസ് സെക്യൂരിറ്റി, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. മാഡം, അതെന്താന്ന് എനിക്ക് അറിയില്ല. ഈ പൂക്കളുടെ മണം കാരണം എനിക്ക് എപ്പോഴും ഉറക്കം വരുന്നു.
എനിക്കും എന്താ അങ്ങനെ തോന്നുന്നത്? എനിക്കും ഉറക്കം വരുന്നത് പോലെ തോന്നുന്നു. ഇതെന്ത് മണമാണ് ഈ വരുന്നത്? വല്ലാത്ത ഉറക്കം വരുമല്ലോ. മയങ്ങിപ്പോകുന്നു. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? നമ്മുടെ കഥ അവസാനിച്ചെന്ന് തോന്നുന്നു. ഉറക്കം വരുന്നു. ഇനി വല്ല മാജിക് ആണോ? നീ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്ന മതി. നീ കാരണം ഞാൻ വീണ്ടും പ്രശ്നത്തിൽ കുടുങ്ങണം, അതല്ലേ നിന്റെ മനസ്സിൽ? സോറി സോറി. ഓ ഓ ഓ ഓ ഓ ഓ ഓ താങ്ക് യു രുദ്ര. ഇതെല്ലാം ആ ചതുർ ചമ്പക്കിന്റെ കളികളായിരുന്നു. അതെ, എനിക്ക് അറിയാം. അവൻ ഇവിടെ എവിടെ അടുത്ത് നിന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ട്. ചതുർഷപാക്, നിൽക്കവിടെ. ഓടിക്കോ ഓടിക്കോ, അവനിപ്പോ മാജിക് ചെയ്യും. നമ്മുടെ കഥ അവസാനിച്ചു പോകും. ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ. മൈര, ചെന്ന് അവനെ പിടിക്ക. ഞാൻ എങ്ങനെ അവനെ പിടിക്കാനാ? നിന്റെ ബട്ടർഫ്ലൈ പുറത്തെടുത്ത് അവനെ ഫോളോ ചെയ്യാൻ പറ. അപ്പൊ അവൻ കുടുങ്ങും. എന്നെയും കൂടി എന്തിനാ ഈ ബട്ടർഫ്ലൈ ടോപ്പ് പറപ്പിക്കുന്നത്? അതെ, നീയാണ് അവനെ പിടിക്കേണ്ടത്. നീ അവനെ പിടിച്ചു വെക്കണം. അവനെ വിടരുത്. ഓടിക്കോ, വേഗം ഓടിക്കോ. എന്താടാ നീ? എടാ, എന്നെ വിടറാ, എന്നെ വിട്, വിട്. ഇനി നീ രക്ഷപ്പെടില്ല. മാരുടെ മാജിക് ചില സമയത്തൊക്കെ നല്ലോണം വർക്കൗട്ട് ആവുന്നുണ്ട്. ഏയ്, നീ എത്ര രൂപ വേണമെങ്കിൽ മാറ്റിക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ. നിനക്ക് ആ വലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നീ നെറ്റിന്റെ അകത്ത് തന്നെ കിടക്കേണ്ടി വരും. എന്നെ വിടാനാ പറഞ്ഞത്. വിട് രുദ്ര, ഞാനാ പറയുന്നത്. എന്നെ വിട് രുദ്ര. താങ്ക് യു രുദ്ര. ഇവനെ സർ മജസ്റ്റിക്കോയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം. അദ്ദേഹം ഇവനുള്ള ശിക്ഷ കൊടുത്തേക്കും. അവൻ അങ്ങനെയുള്ള ശിക്ഷയാ കിട്ടേണ്ടത്. ഇനി ഒരിക്കലും അവൻ ഇങ്ങോട്ട് തിരിച്ചു വരരുത്.